എല്ലാ കൂട്ടുകാർക്കും വഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്ക് കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തയ്ച്ചെടുത്തിരിക്കുന്ന സ്ലിംഗ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ട് പീസും കൊണ്ടാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. 2 കളറുള്ള വെട്ട് പീസും കൊണ്ടാണ് കേട്ടോ. അതിനകത്ത് ഗോൾഡൻ കളറ് തുണി വരുന്നത് നമ്മൾ ഇതിന് മുമ്പ് ബാഗ് തയ്ച്ചതിൻ്റെ പാവാട പീസാണ് വരുന്നത് കേട്ടോ. പിന്നെ വേറെ കുറച്ച് നല്ല പിങ്ക് കളർ തുണിയും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ബാഗ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള ഏത് തുണി ഉണ്ടെങ്കിലും എടുത്തോളൂ, നമുക്ക് ഇതുപോലെ ഒരു ബാഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച തുണി കാണിച്ചില്ല. ഇത് സ്റ്റിഫാണ് കേട്ടോ. സ്റ്റിഫ് കയ്യിൽ വേണമെന്നൊന്നും നിർബന്ധമില്ല, പകരം കോട്ടൻ്റെ കട്ടിയുള്ള തുണി എടുത്താൽ മതി. അപ്പോൾ ഈ സ്റ്റിഫ് ഞാൻ എത്ര വീതിയിലും എത്ര നീളത്തിലും എടുത്തേക്കുന്നതെന്നറിയാവോ? 19 ഇഞ്ച് നീളത്തിലും പിന്നെ 10 ഇഞ്ച് വീതിയിലുമാണ് ഈ സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സ്റ്റിഫിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ 2 കളറ് തുണിയാണല്ലോ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ കോണോട് വെച്ച് ഇതൊന്ന് തയ്ച്ചെടുക്കണം നമുക്ക് ഈ സ്റ്റിഫിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, സ്റ്റിഫ് വേണമെന്നില്ല, നമുക്ക് കട്ടിയുള്ള തുണി എടുത്താലും മതി. ഇനിയിപ്പോൾ കട്ടിയുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം കട്ടിയുള്ള തുണി എടുത്തിട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ബാഗ് തയ്ക്കുന്ന നല്ല തുണിയാണ് കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ക്രോസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എടുത്ത അളവ് അറിയാമല്ലോ, 19 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയിലുമാണ് ആ തുണി എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു തുണി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് തയ്ക്കേണ്ട കാര്യം നമുക്കവിടെ ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. സ്ക്വയറായിട്ട് ഈ പറഞ്ഞ അളവിൽ തുണി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ 2 കളറും വെച്ച് ഈ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന സ്റ്റിഫിൽ വെച്ചിട്ട് ഇത് കോണോടൊന്ന് ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആ സ്റ്റിഫിൽ നമുക്ക് ഈ 2 കളറ് മാറി മാറി ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്ത് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. ഇതാ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സ്റ്റിഫിൽ നമ്മൾ 2 കളർ തുണി ഇങ്ങനെ കോണോട് ചേർത്ത് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് ആ ഒരു സ്റ്റിഫ് തിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ എക്സ്ട്രാ മുന്നോട്ട് കിടക്കുന്നതെല്ലാം ആ സ്റ്റിഫിൻ്റെ അളവിൽ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അടുത്ത ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് ഇതുപോലെ 2ആയിട്ട് മടക്കണം. 2ആയിട്ട് മടക്കിയതിൻ്റെ ശേഷം നമ്മുടെ ടേപ്പ് എടുത്തിട്ട് നമുക്കൊരു 4 ഇഞ്ചൊന്ന് അടയാളം ചെയ്യാം. ഇതാ ഇതുപോലെ 4 ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് അളവ് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ ഒന്ന് നേരെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ആ ഒരു തുണിയുടെ എൻഡിൽ നിന്നും 1 ഇഞ്ച്, ഇതാ ഇപ്പം ഞാൻ ഈ അളവ് ചെയ്യുന്ന കണ്ടോ, 1 ഇഞ്ചൊന്ന് അളവ് ചെയ്യുക. അവിടെ നിന്ന് നേരെ താഴോട്ട് ഇതാ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുക.
ഇനി നമുക്കിത് ഈ താഴ്ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കണേ. ഇതുണ്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ, ഇത് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചങ്ങ് വരച്ച് കൊടുക്കുക. ഇതാ ഇത്രയും ചെയ്തിട്ട് ഇനി നമുക്ക് എന്തോ എന്നറിയാവോ, ആ വരച്ച പോലെ തന്നെ അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഈ താഴ്ഭാഗത്തുനിന്ന് ഇതുപോലെ നമുക്ക് ചരിച്ചൊന്ന് താഴ്വശം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അടുത്ത വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ഒന്നുകൂടെ മടക്കാം. ഒന്നുകൂടെ മടക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ വീണ്ടും ഇങ്ങനെ ഒന്ന് മടക്കണം. അതിന് ശേഷം ഇനി നമുക്ക് ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ, ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 1 ഇഞ്ച് ഇങ്ങോട്ട് താഴോട്ടുള്ള ഇറക്കം എടുത്തിട്ടുണ്ട്. അകലവും അതേപോലെ തന്നെ 1 ഇഞ്ച് അടയാളം ചെയ്യുക. അവിടെ ഒരു സ്ക്വയർ പോലെ ആക്കുകയാണേ. സ്ക്വയറായിട്ട് കറക്റ്റായിട്ട് 1 ഇഞ്ച് വീതി 1 ഇഞ്ച് നീളവും എടുത്തിട്ട് നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതാ ഇതുപോലെ കുറച്ച് സ്ക്വയറായിട്ട് തുണി വേണം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതെടുത്ത് ഇതുപോലെ അങ്ങോട്ട് വയ്ക്കുവേ. ഇതുപോലെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി എന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നറിയാമോ, നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കിയിടണം. ഇതാപ്പോൾ ഞാൻ കൈ കൊണ്ട് കാണിച്ചിട്ട് അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമുക്കിത് റൗണ്ടായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ കുറച്ച് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വെച്ച് തയ്ച്ചെടുത്തിട്ട് ഇതൊന്ന് തിരിച്ചെടുക്കണം. ഇതിങ്ങനെ തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഭാഗം ഓപ്പൺ ആണല്ലോ, ആ ഓപ്പൺ വരുന്ന ഭാഗം അതൊന്ന് ചെറുതായി മടക്കി വെച്ചിട്ട് അതൊന്ന് ഫുള്ളായിട്ടൊന്ന് തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം. ആ ഷേപ്പിൽ തന്നെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണേ. അപ്പോൾ അത്രയും ഞാനിവിടെ കാണിച്ചിട്ടില്ല, അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഇതുപോലെ ചെറിയ വീതിയിൽ സ്ക്വയറായിട്ട് 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ ഒരു 2 സൈഡിലായിട്ട് ചെറിയ 2 അറ വരുന്ന പോലെ കൊടുക്കാനാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതാ അതിൻ്റെ 3 സൈഡും ഇതെങ്ങനെ മടക്കി കൊടുത്തത്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നുണ്ടോ, ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതൊന്ന് തയ്ച്ച് വെക്കണം 2 സൈഡിലായിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തയ്ച്ച് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ രണ്ട് സൈഡിലും രണ്ട് പോക്കറ്റ് പോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രസ് ബട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാഗിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് പിടിപ്പിക്കാനുള്ളതാണ്. രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ഈ പ്രസ് ബട്ടൺ പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാഗ് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കണം കറക്റ്റായിട്ട് നമുക്ക് ആ പ്രസ് ബട്ടൺ എവിടെ പിടിപ്പിക്കേണ്ടതെന്ന്. എന്നിട്ട് അവിടെ ഇതുപോലെ ഒന്ന് ചോക്ക് വെച്ച് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് അടയാളം ചെയ്യണേ. എന്നിട്ട് അത് കൈവച്ച് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്രസ് ബട്ടൺ കേട്ടോ. അങ്ങനെ ഞാനിവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് വള്ളി പിടിപ്പിക്കണം. അപ്പോൾ ഞാനിതാ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 ഇഞ്ച് വീതിയിലും പിന്നെ നമുക്ക് ബാഗിന് എത്ര ലെന്ത് നമ്മൾക്ക് ഒരു സൈഡിൽ നിന്ന് എത്ര വരുന്നുണ്ടോയെന്ന് ജസ്റ്റ് ഒരളവ് നോക്കിയിട്ട് കുറച്ച് നീളത്തിൽ ഇതേപോലെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് വള്ളിക്ക് ഒരു 1 ഇഞ്ച് വീതിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കത്തിൽ അങ്ങ് തയ്ച്ചെടുത്തിട്ട് ഇതാ ഇപ്പം ഞാൻ രണ്ട് സൈഡിലായിട്ട് ആ വള്ളി വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നോക്കിക്കേ. ഇതേപോലെ തന്നെ ആദ്യം ഒന്ന് രണ്ട് സൈഡിലും വള്ളി ആദ്യം തയ്ച്ച് വെക്കണേ. രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ആ വള്ളി തയ്ച്ച് വെച്ചു. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. മടക്കിയിരിക്കുന്ന എവിടം വരെയാന്ന് നോക്കിക്കേ. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ് നമുക്കൊന്ന് ക്ലോസ് ആക്കണം. ഇപ്പം ഞാൻ കാണിക്കുന്ന ഇതുപോലെ രണ്ട് സൈഡ് നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്ന് നമുക്കൊന്ന് ക്ലോസ് ആക്കണം. അത്രയും ഒന്ന് ചെയ്യാത്തവേ. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇവിടം കണ്ടോ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തില്ലായിരുന്നോ. ഇനിയാണ് നമ്മുടെ ബാഗിൻ്റെ രീതിയിൽ നമുക്ക് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നേരെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മാത്രം മതി. രണ്ട് സൈഡുണ്ടല്ലോ ഇതുപോലെ ഓപ്പണായിട്ട് കിടക്കുന്നത്, അത് ഇതുപോലെ അങ്ങ് തയ്ച്ചാൽ മാത്രം മതി. വേറെ ഒന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ലിംഗ് ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അത് അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. അത്യാവശ്യമായ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് സൈഡിലും രണ്ട് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും വയ്ക്കാം. പിന്നെ നടുക്ക് കുറച്ച് സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യമായ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി ബാഗാണ്. അതുപോലെ ഇതുവരെ ഇതുപോലെ ബാഗ് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷമാകും നമ്മൾ തന്നെ ഇതുപോലുള്ള ബാഗ് തയ്ച്ചെടുത്ത് കഴിയുമ്പോഴേ. ഇതിന് മുമ്പ് നമ്മൾ കടകളിലൊക്കെ പോയാലേ നമ്മൾ ബാഗ് മേടിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇത് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഞാൻ ഇത്ര ചെയ്തെടുത്തത് ഇത്ര ഭംഗിയായിട്ട് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ബാഗ് തയ്ക്കാനായിട്ട് ഒരുപാട് തുണിയൊന്നും വേണ്ട. കുറച്ച് തുണി മതി. ഇച്ചിരി കളർഫുള്ളായ തുണി ഉണ്ടെങ്കിൽ നമ്മുടെ ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും. പിന്നെ ഇതിപ്പോൾ ഇത് നമ്മുടെ ഒരു ഗോൾഡൻ കളറും പിങ്ക് കളറും കൂടെ മാച്ച് ആകുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഈ കട്ട് പീസ് നോക്കിയെടുത്തതാണ്. അപ്പോൾ അത് ക്രോസ് ആയിട്ട് വെച്ച് തയ്ച്ചപ്പോഴത്തേനും ആ ബാഗ് കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള തുണി ഏതെടുത്താലും കുഴപ്പമില്ല. ഇതുപോലൊരു ബാഗ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.